ആശാ വർക്കർമാരെ ചർച്ചയ്ക്ക് ക്ഷണിച്ച് ആരോഗ്യമന്ത്രി നാളെ വൈകിട്ട് 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ചായിരിക്കും ചർച്ച. ആരോഗ്യമന്ത്രിയുമായി 3-ാം തവണ നടത്തുന്ന ചർച്ചയെങ്കിലും അനുകൂലമാകുമെന്നാണ് ആശാ വർക്കർമാരുടെ പ്രതീക്ഷ. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം 52-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നിരാഹാര സമരം 2 ആഴ്ചയും പിന്നിടുന്നു. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി മന്ത്രി വീണ ജോർജ് ചർച്ച നടത്തിയത്. പിന്നാലെയാണ് മന്ത്രി ആശാ വർക്കർമാരെ ചർച്ചയ്ക്ക് വിളിച്ചത്. നാളെ വൈകുന്നേരം 3 മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. സമരക്കാർക്കൊപ്പം തൊഴിലാളി സംഘടനകളായ CITU, INTUC നേതാക്കളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇത് 3-ാം തവണയാണ് സംസ്ഥാന സർക്കാർ ആശാ വർക്കർമാരുമായി ചർച്ച നടത്തുന്നത്. കഴിഞ്ഞ 2 തവണ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ മന്ത്രി ഉപദേശിച്ചു വിട്ടു എന്നാണ് ആശമാരുടെ ആരോപണം. വാഗ്ദാനങ്ങളല്ല, ഉറപ്പ് വേണമെന്നാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആവശ്യം. ഞങ്ങൾ വെച്ച ഡിമാൻഡുകൾ 100% വസ്തുതയാണെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഓണറേറിയത്തിൻ്റെ കാര്യത്തിൽ ചർച്ച നടത്തണം, തീരുമാനിക്കണം. വിരമിക്കൽ ആനുകൂല്യത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ തീരുമാനമെടുക്കണം. എന്നാൽ മാത്രമേ സമരം അവസാനിക്കൂ. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യവും മാത്രമേ ഇപ്പോൾ എടുക്കാനുള്ളൂ. പക്ഷേ ഞങ്ങൾ വെച്ചിരിക്കുന്ന ഡിമാൻഡ് നിലയ്ക്ക് മറ്റെന്തെങ്കിലും പുതിയ കാര്യങ്ങൾ എടുക്കുന്നുണ്ടോ ഇല്ലെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഈ 2 കാര്യത്തിലും തീരുമാനമാകാതെ സമരം അവസാനിക്കും. അതേസമയം ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ ആനുകൂല്യം നൽകുക തുടങ്ങി വിവിധ ഇനം ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് 52-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിരാഹാര സമരം ഇന്ന് 14-ാം ദിവസമാണ്. പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ വിളിച്ചിരിക്കുന്ന ചർച്ച ഏറെ പ്രതീക്ഷയോടെയാണ് സമരക്കാർ കാണുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.